يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. ذلك ومن يعظم حرمات الله فهو خير له عند ربه وأحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان واجتنبوا قول الزور حنفاء لله غير مشركين به ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഒരു പ്രഭാതം കൂടി അള്ളാഹു അനുഗ്രഹിച്ചുകൊണ്ട് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. പ്രഭാത സമയത്ത് അള്ളാഹുവിന്റെ അപാരമായ ഒട്ടനേകം ബറക്കത്തുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കി ഉത്സാഹത്തോടെ ഈ ദീനി മജ്ലിസിൽ പഠനത്തിൽ ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ. അള്ളാഹു നമ്മുടെ ഈ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോ അള്ളാഹുവിനെ സ്തുതിച്ച് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. പള്ളിയിലേക്കുള്ള യാത്രയിൽ നടത്തത്തിൽ അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വമിൻ അമാമി നൂറാ വമിൻ വറാഇ നൂറാ പ്രാർത്ഥനയോടെയാണ് നമ്മൾ പുറപ്പെട്ടത്. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. അല്ലാഹുവിന്റെ കാരുണ്യം ചോദിച്ചാണ് അല്ലാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ പ്രവേശിക്കേണ്ടത്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും നമ്മൾ ചോദിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക, നിന്റെ ഫദ്ല്, നിന്റെ ഔദാര്യത്തിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. സുബ്ഹ് നമസ്കാരം കഴിഞ്ഞപ്പോൾ റബ്ബിനോട് നമ്മൾ ചോദിച്ചത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ഉപകാരമുള്ള ഇൽമ എനിക്ക് തരണേ, ത്വയ്യിബായ റിസ്ഖ് എനിക്ക് തരണേ, സ്വീകരിക്കപ്പെടുന്ന സ്വീകാര്യോഗ്യമായ നാളെ പരലോകത്തെ മീസാനിൽ തൂക്കം കിട്ടുന്ന അമലുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ആ പ്രാർത്ഥനക്കനുസരിച്ചുള്ള പ്രവർത്തനം കൂടെ നമ്മുടെ ഈ പ്രഭാതങ്ങളിലും ജീവിതങ്ങളിലും നമുക്കുണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റിസ്ഖ് ത്വയ്യിബാകണം എന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അതേപോലെ ഖുർആൻ പ്രയോഗിച്ചതാണ് ഹലാലൻ ത്വയ്യിബായ. അല്ലാഹ് അനുവദിച്ചതാവുക, നമുക്ക് ഏറ്റവും ഉചിതമാവുക, ത്വയ്യിബാവുക, വിശിഷ്ടമാവുക, ഉപകാരപ്രദമാവുക. അതുകൊണ്ടാണ് മനുഷ്യന് ത്വയ്യിബാകാത്ത സാധനങ്ങളൊക്കെ അല്ലാഹു തആല നിഷിദ്ധമാക്കി. മനുഷ്യന് കേടുണ്ടാക്കുന്ന, മനുഷ്യന്റെ സമൂഹത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന, ബുദ്ധിക്ക് കേടുണ്ടാക്കുന്ന, അവന്റെ സമ്പത്തിന് കേടുണ്ടാക്കുന്ന, അവന്റെ കുടുംബത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളെയും നിഷിദ്ധമാക്കി കൊടുത്തു. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹു തആല ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അൻആമുകളെ, മൃഗങ്ങളെ, കന്നുകാലികളെ നിങ്ങൾക്ക് ഹലാലാക്കി തന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാം അങ്ങോട്ട് ഒഴിച്ചു തന്നില്ല. ഇല്ലാമാ ദക്കൈതും, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഖുർആനിൽ ഇല്ലാമാ യുത്ലാ അലൈക്കും, നിങ്ങളുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടതല്ലാത്ത വസ്തുക്കൾ നിങ്ങൾക്ക് പറ്റാത്തതുണ്ടാകും എന്നുള്ള രൂപത്തിൽ ചിലത് നിഷിദ്ധമാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. രിജിസുകളെ നിങ്ങൾ ഒഴിവാക്കണം, ഔസാനുകളിൽ നിന്നുള്ളത് നിങ്ങൾ സ്വീകരിക്കരുത്, വിഗ്രഹങ്ങളിൽ നിന്നുള്ള പ്രതിഷ്ഠകളും ഭക്ഷണങ്ങളും നിങ്ങൾ സ്വീകരിക്കരുത്, സൂർ നിറഞ്ഞ വ്യാജം നിറഞ്ഞ കള്ള സംസാരങ്ങൾ നിങ്ങൾ സംസാരിക്കരുത് എന്നൊക്കെ
കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ച ആയത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു ബാക്കി ഭാഗം കൂടെ പറയാനുണ്ട്. നമുക്ക് ആയത്ത് ഒന്നുകൂടി ഓതി നോക്കേണ്ടതുണ്ട്. സൂറത്തു അൽ ഹജ്ജ് 30-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ذلك ومن يعظم حرمات الله فهو خير له عند ربه وأحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان واجتنبوا قول الزور حنفاء لله غير مشركين به ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. 30-31 ആയത്തുകളാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അതിൽ അള്ളാഹുവിന്റെ ഹുർമ, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളോട് ബഹുമാനമുണ്ടാവുക, അത് അള്ളാഹുവിനോടുള്ള ബഹുമാനത്തിൽപ്പെട്ടതാണ്. അതാണ് ഏറ്റവും അവർക്ക് ഉത്തമമായിട്ടുള്ളത്. നിങ്ങൾക്ക് കന്നുകാലികളെ ഹലാലാക്കി തന്നിരിക്കുന്നു. ഇല്ലാമാ യുത്ല അലൈക്കും, നിങ്ങളുടെ മേൽ പാരായണം ചെയ്യപ്പെട്ടു പഠിപ്പിക്കപ്പെട്ടതൊഴികെ. അപ്പൊ ഏതൊക്കെയാണ് പാടില്ല എന്ന് പറഞ്ഞത്? പ്രധാനപ്പെട്ട 8 വിഭാഗം നമ്മൾ പറഞ്ഞിരുന്നു. അതിന് മലയാളം പറഞ്ഞാൽ മതി. മൈത്ത, ശവം, ദമ്, രക്തം, ഖിൻസീർ, പന്നി, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്, മേലെന്ന് വീണ് ശ്വാസം മുട്ടി മരിച്ചത്, കുത്തേറ്റു മരിച്ചത്, പിന്നെ അല്ല, നിങ്ങൾ ഈ ക്ലാസ്സിലല്ല, ഇത് ഞാൻ മാത്രം ക്ലാസ് എടുത്ത് പോവുകയാണ്. ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോകണില്ല കേട്ടോ. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ ഓർമ്മല്ല, പിന്നെ എങ്ങനെയാണ് ഇപ്പം 4-5 മാസം മുമ്പ് പഠിപ്പിച്ചത് ഓർമ്മ ഉണ്ടാവുക? അതുപോലെ തന്നെയാണ് നതീഹത്ത്, കുത്തേറ്റുകൊണ്ട് മറ്റൊരു മൃഗത്തിന്റെ കുത്തേറ്റ് ചത്തുപോയത്, ഉയരത്തുനിന്ന് താഴേക്ക് വീണത്, മുത്തറദ്ദിയത്ത്. അതുപോലെ നുസുബിന്, വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠകളുടെ മേൽ അറുത്തു കൊടുത്ത് അതിനുവേണ്ടി അറുത്തത്. അങ്ങനെ ചില സാധനങ്ങൾ നിങ്ങൾ കഴിക്കാൻ പാടില്ല, ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഹദീസ് വായിച്ചു നോക്കിയാൽ ഹദീസിൽ കാണാൻ സാധിക്കും ചിലത് കഴിക്കാൻ പാടില്ലെന്ന് പറയുന്ന ഭാഗത്ത് ലഹരി ഉൾക്കൊണ്ട ഒരു സാധനവും തിന്നാനും കുടിക്കാനും പാടില്ല. അപ്പൊ ചോദിക്കും വലിക്കാൻ പറ്റുമോ? അപ്പൊ അതെ, ലഹരി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വലിക്കാനും പറ്റും. അതിനെന്താണ് വിശുദ്ധമായ വാചകത്തിൽ അള്ളാന്റെ ഖുർആനിലെ ആയത്തിന്റെ വിശദീകരണത്തിൽ തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക, അൽ ബഖറയിലെ 195-ാമത്തെ ആയത്ത്. നിങ്ങൾ നിങ്ങളുടെ കൈകൾ തന്നെ നാശത്തിലേക്ക് തള്ളിക്കളയരുത്. നിങ്ങൾ അറിയാതെ ഒരു വീണ് പരിക്കുപറ്റുന്ന പോലെയല്ല. ഒരു സാധനം ചെയ്താൽ ഇന്ന അപകടമൊക്കെ ഉണ്ടാകുന്ന അറിഞ്ഞിട്ട് ചെയ്യുന്നത് നിങ്ങൾ സ്വയം നാശത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകലാണ്. 4-ാം അധ്യായം സൂറത്തു നിസാഇന്റെ 29-ാമത്തെ ആയത്തിൽ പറഞ്ഞത് വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്. ലഹരിക്കാരൻ അവനെ സ്വന്തമായി കൊല്ലണം, ആത്മഹത്യയാണ് ചെയ്യുന്നത്. ഇത് ചെയ്താൽ എനിക്ക് ഇന്ന അപകടം ഉണ്ടാകുന്ന അറിഞ്ഞുകൊണ്ടാണ് അയാളെ ചെയ്യുന്നത്. അതുപോലെ ഹദീസിൽ വന്ന മറ്റൊരു വാക്കാണ്, ഒരു മൃഗം, ആ മൃഗത്തിന്റെ ഒരു ആട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ആട് ഇങ്ങനെ പോണേന്റെ ഇടയിൽ ഒരു ചങ്ങായി ഒരു കത്തി എടുത്തിട്ട് ഒരു കാലണ് മുറിച്ചു. എന്നിട്ട് ആ സാധനം കൊണ്ടുപോയിട്ട് അവിടെ പാചകം ചെയ്തു. അത് കഴിക്കാൻ പറ്റൂല്ല? ചത്തിട്ടില്ലല്ലോ. അത് കഴിക്കാൻ പറ്റൂലേ? ജീവൻ ചത്തിട്ടില്ലല്ലോ. പക്ഷെ അതിനെ അറുക്കാത്തത് കൊണ്ട് ജീവനുള്ള വസ്തുവിന്റെ ഒരു കഷ്ണം മാത്രം ഊരിയെടുത്ത് അതിനെ കഴിക്കാൻ പാടില്ല. അത് ചത്തതിൽ കൂട്ടുന്നതാണ്. ആ ഭാഗം ചത്തതായി കൂട്ടും.
അത് ഹദീസിൽ പറഞ്ഞ വാക്ക് മാ ഖുതിഅ മിനൽ ബഹീമതി വഹിയ ഹയ്യത്തുൻ, ജീവനുള്ള ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം ആരെങ്കിലും എടുത്താൽ ഫഹിയ ഹയ്യത്തുൻ, ജീവനോടെ തന്നെയാണ് എടുത്തതെങ്കിലും അത് എടുത്തതോടുകൂടി ഫഹുവ മൈതത്തുൻ, അത് മൈതത്തായി മാറിക്കഴിഞ്ഞു. അപ്പൊ ആ കൂട്ടത്തിലേക്ക് അതിനെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, മൃഗങ്ങളുടെ കൂട്ടത്തിൽ പലതരം പല്ലുകളുള്ള ജീവികളുണ്ട്. തേറ്റപ്പല്ലുള്ള ജീവികൾ, അവനെ നമുക്ക് തിന്നാൻ പറ്റൂല. അതിൽപ്പെട്ടതാണ് സിംഹം, ചെന്നായ, പുലി, ചീറ്റ, നായ പോലെയുള്ള അത്തരത്തിലുള്ള സാധനങ്ങൾ. അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആ മൃഗങ്ങളെ നമുക്ക് തിന്നാൻ പറ്റൂല. നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഈ നഖം കൊണ്ട് വേട്ടയാടി പിടിക്കുന്ന ചില പക്ഷികൾ. സാധാരണഗതിയിൽ നമുക്ക് പ്രാവ്, കൊക്ക്, കോഴി, അങ്ങനത്തെ പ്രാവുകൾ, പക്ഷികളുടെ കൂട്ടത്തിൽ പലതും നമുക്ക് കഴിക്കാൻ പറ്റും. എന്നാൽ നഖം കൊണ്ട് വേട്ടയാടി മാന്തി തിന്നുന്ന സ്വഭാവമുള്ള കഴുകൻ, പരുന്ത്, അതുപോലെ തന്നെ പ്രാപ്പിഡിയൻ പോലെയുള്ള സാധനങ്ങൾ കഴിക്കാൻ പാടില്ല. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ കുല്ലി ദീ നാബിൻ മിനസ്സിബാ വ അൻ കുല്ലി ദീ മിഹ്ലബിൻ മിനത്ത്വയ്ർ, പക്ഷികളുടെ കൂട്ടത്തിൽ നഖം കൊണ്ട് മാന്തി തിന്നുന്ന സ്വഭാവമുള്ള അത്തരം പക്ഷികളെ കഴിക്കരുത്. മൃഗങ്ങളുടെ കൂട്ടത്തിൽ തേറ്റപ്പല്ലുകൊണ്ട് ഇര പിടിച്ച് തിന്നുന്ന ജീവികളെ നിങ്ങൾ കഴിക്കരുത്. മറ്റൊരു വിശദീകരണത്തിൽ കാണാൻ സാധിക്കും, ചത്തത് മാത്രം കഴിക്കുന്ന, കാര്യമായും ചത്തതിന് മാത്രം തിന്നുകൊണ്ടിരിക്കുന്ന ജീവികളെ കഴിക്കാതിരിക്കുക. അതിൽ പെട്ടതാണ് പരുന്ത്, കഴുകൻ, കാക്ക. അത് അധികവും ഇത്തരത്തിലുള്ള ചീഞ്ഞതും കേടുന്നതൊക്കെ തിന്നുന്ന ജീവികളാണ്. അതുകൊണ്ടാണ് അവയെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഏഴാമത്തേത്, നമുക്ക് ഒരു ജീവിനെ കൊല്ലാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ മൃഗത്തിനെ തിന്നാൻ പറ്റൂല. അപ്പൊ ആദ്യം ഏതൊക്കെ മൃഗത്തിനെയാണ് കൊല്ലാൻ അനുവദിച്ചിട്ടുള്ളത്? ഇപ്പൊ സാധാരണ ഒരു പൂച്ച ഇങ്ങനെ നടന്നു പോകുമ്പോ കൊല്ലാൻ പാടുണ്ടോ? പാടില്ല. ജീവിയാണ്. എന്തുകൊണ്ടെല്ലാം പാടില്ല? അത് നിരുപദ്രവകാരിയാണ്. എന്നാൽ ചില ജീവികൾ, ഒരു എലി ഇങ്ങനെ കടന്നു പോകണേ നമ്മുടെ വീട്ടിൽ കൂടെ, നമുക്കിങ്ങനെ കൊന്ന ഒരു കുറ്റം കിട്ടൂല. എന്തുകൊണ്ടാണ്? ഉപദ്രവകാരി. അതേ വാക്കിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞ വാക്കും അത് തന്നെയായിരുന്നു. അവിടുന്ന് പറയാണ്, ഹംസുൻ, 5 ജീവികൾ. എന്താണ്? 5 ജീവികൾ. ഹംസുൻ മിനദ്ദവാബ്, ജന്തുക്കളിൽപ്പെട്ടത്. കുല്ലുഹുന്ന ഫാസിഖുൻ, ഉപദ്രവകാരികളായ 5 എണ്ണമുണ്ട്. യഖ്തുലുഹുന്ന ഫിൽ ഹറം, ഹറമിൽ വെച്ച് കണ്ടാൽ പോലും അവരെ കൊന്നുകളയും, കൊല്ലാം. ഫിഹി അൽ ഖുറാബ്, ഒന്ന് കാക്കയാണ്. വൽ ഹിദ്ആ വൽ അഖറബ് വൽ ഫഅറ വൽ കൽബുൽ അഖൂർ. ഫഅറത്ത് എലി, അഖറബ് തേള്, ഹിദ്അത്ത് കഴുകൻ, വൽ കൽബ് അൽ അഖൂർ, കൽബുൽ അഖൂർ ഉപദ്രവകരമായ നായ. ഒന്നുകൂടി പറയാണ്, നായല്ല, ആൾക്കാരെ കടിച്ചുകൊണ്ടിരിക്കുന്ന നായനെ. പിന്നെ നായ സ്നേഹം പറയുന്നില്ല, ഒരു അർത്ഥമില്ല. അപ്പൊ ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി, ശ്രദ്ധിച്ചിരുന്നോ? സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നിട്ടുണ്ട്. നായകളെ ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് സ്വതന്ത്രമായി കയറൂരി വിടുന്നത് നിർത്തിവെക്കണം. ഓൾക്ക് ജീവിക്കാൻ വേറെന്തെങ്കിലും മാർഗം കാണിക്കണം. ആളുകളെ ശല്യപ്പെടുത്തുന്ന, ഉപദ്രവിക്കുന്ന രൂപത്തിൽ, പൊതു ഇടങ്ങളിൽ പൊതുജനങ്ങൾക്കിടയിൽ ശല്യമാകുന്ന രൂപത്തിൽ തെരുവ് നായകളെ നിയന്ത്രിക്കാതെ വിടരുതെന്ന് പറഞ്ഞ് കോടതി വിധി വരിക. അപ്പൊ ഇങ്ങനെ ഈ ജീവികളെ കൊല്ലാമെന്ന് മാത്രമല്ല, അവയെ നമുക്ക് തിന്നാനും പറ്റൂല. അപ്പൊ കൊല്ലാൻ പറഞ്ഞിട്ടുള്ള മൃഗങ്ങളെ കഴിക്കാൻ പാടില്ല എന്നർത്ഥം. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് നാടൻ കഴുതകളാണ്. കാട്ടിൽ വസിക്കുന്ന കഴുതകളും നാട്ടിൽ വസിക്കുന്ന കഴുതകളും ഉണ്ടാവും. അപ്പൊ അതിലെ നാടൻ കഴുതകളെ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ വയുഹരിമു അലൈഹിമുൽ ഖബായിസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതാണ്, എലി, പാമ്പ്, ഈച്ച, കടന്നല്, തേനീച്ച പോലെയുള്ള പിന്നെ അത് സാധനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഭക്ഷണമാക്കി കഴിക്കാൻ പാടില്ല.
നമ്മൾ തായ്ലാൻഡിലും അതുപോലെ തന്നെ മറ്റുള്ള ചില രാജ്യങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാ സാധനത്തിനും ഇങ്ങനെ മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് തരുന്നുണ്ടാവും. അപ്പോൾ അതെന്തില്ല, എല്ലാം ഞമ്മക്ക് പറ്റൂല എന്ന് മനസ്സിലാക്കുക. ഖബായിസുകളായ മ്ലേച്ഛമായ സാധനങ്ങളെ തിന്നാൻ നമ്മൾ ഇന്ത്യ പാടില്ല. പാചകം ചെയ്താലും ബിസ്മില്ലി തിന്നാനൊന്നും പറ്റുന്ന സാധനമല്ല എന്നർത്ഥം. പിന്നെ ഒന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട വേറെ സാധനമാണ്, ജല്ലാലകളെ നമ്മൾ അധികം കഴിക്കാൻ പാടില്ല. എന്താ ജല്ലാല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്ലിൽ ജല്ലാല. ജല്ലാല എന്ന് പറഞ്ഞാൽ കാഷ്ടവും മാലിന്യങ്ങളും അധികം ഭക്ഷിക്കുന്ന ജീവികളെ തിന്നാൻ പാടില്ല. ഇപ്പൊ നിങ്ങളെ വീട്ടിലെ കോഴി അത് ഫുള്ള് അഴുക്കും മാലിന്യം മാത്രമാണ് തിന്നണമെങ്കിൽ ആ കോഴിനെ നിങ്ങൾക്ക് അറുത്ത് തിന്നാൻ പറ്റൂല. എന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നമ്മൾ വളർത്തുന്ന ഒരു ജീവി നമുക്ക് അറക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെ മാലിന്യങ്ങൾ തീറ്റുന്നതിൽ നിന്ന് നിങ്ങൾ മാറ്റി നിർത്തണം. ഒരൊട്ടകം ഫുള്ള് മാലിന്യം മാത്രമേ തിന്നുള്ളൂവെങ്കിൽ ആ ഒട്ടകത്തിന് നമുക്ക് അറുത്ത് തിന്നാൻ പാടില്ല. അപ്പൊ നമ്മൾ അറക്കണം എന്ന് ആഗ്രഹിക്കുന്ന ജീവികൾ എന്ത് ചെയ്യണം? നല്ലത് തീറ്റിപ്പിച്ചിട്ട് അറക്കണം എന്നർത്ഥം. അപ്പൊ ആ രൂപത്തിലൊക്കെയുള്ള വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കിതാബുകളിലൊക്കെ ഈ ഒരു വിഷയം മാത്രം പ്രതിപാദിക്കപ്പെട്ട കിതാബുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അൽ ഫിഖ്ഹുൽ മുയസ്സറിലൊക്കെ ധാരാളമായിട്ട് ഇതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലും ത്വയ്യിബും കഴിച്ച് അത് മാത്രം ശ്രദ്ധിക്കുന്ന ഒരു നല്ല ജീവിത രീതി പടച്ച റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. حنفاء لله غير مشركين به. ومن يشرك بالله فكأنما خر من السماء فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. في مكان سحيق. حنفاء لله غير مشركين به ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. ഓതുമ്പോ ചില അക്ഷരങ്ങൾ ശരിയാവണ്ടോ? ഒന്നുകൂടി പറയാം. ഹുനഫാ ലില്ലാഹി ഗൈറ. അങ്ങനെ ലില്ലാഹി. ഹുനഫാ ലില്ലാഹി. ഹുനഫാ ലില്ലാഹി ഗൈറ
റാക്ക് കെസർ വരുമ്പോ രീ വരണം കേട്ടോ. മുശ്രി മുശ്രി എന്ന് വരുന്നത് മുശ്രികീന ബി. വമൻ യുശ്രിക് ബില്ലാഹി കഅന്നമ പറയുന്നത് ക എന്ന് പറയുന്ന പകരം കെ. ഇംഗ്ലീഷിലെ കെ അല്ലേ, അതുപോലെ അറബി ഉച്ചരിക്കുമ്പോൾ ഈ കാഫ് വരുമ്പോൾ ഫകഅന്നമ ഖറ മിനസ് സമാ. പറഞ്ഞേ അടുത്ത് നോക്കട്ടോ. പറഞ്ഞേ ഔ തഹ്വി ബിഹി റീഹു. അവിടെ റാക്ക് കസ്റാണ്. ബിഹി റീഹു, ബിഹി റീഹു റാക്ക് ശബ്ദ ഉണ്ടാവണം. ബിഹി റീഹു ഫീ മകാനി, മാ എന്ന് പറയുന്നത് നല്ലത് മകാനി സഹീഖ്. ഔ തഹ്വി ഒരിക്കെ ഔ തഹ്വി ബിഹി റീഹു ഫീ മകാനി في مكان سحيق. ഈ ആയത്ത് ഈ വ്യാഴാഴ്ചക്കുള്ളിൽ എല്ലാവരും ഗ്രൂപ്പിൽ ആഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നജീർഖാനെ കോണ്ടാക്ട് ചെയ്യണം. നോക്കിയിട്ട് കൃത്യമായിട്ട് നോക്കിയിട്ട് നന്നായി പഠിച്ചിട്ട് ഒരു തവണ കറക്റ്റായിട്ട് ഓതിയിട്ട് വയ്ക്കും. ഒന്നിൽ ഓദിക്കും. ഹുനഫാഅ ലില്ലാഹി ഗൈറ മുശ്രികീന ബിഹി വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാഇ فتخطفه الطير أو تهوي به الريح في مكان سحيق. ഒരായത്തുള്ളൂ. അതിൽ ഒട്ടനേകം കാര്യങ്ങൾ ചേർന്നുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ആദ്യം തന്നെ പറയുന്നത് ഔസാനുകളെ, തൊട്ട് മേലത്തെ ആയത്തിന്റെ ഭാഗം ശ്രദ്ധിച്ചാൽ മതി. ഔസാൻ വിഗ്രഹങ്ങളെ, പ്രതിമകളെ, പ്രതിഷ്ഠകളെ എടുക്കുന്നത്, അവയുടെ ഭക്ഷ്യവസ്തുക്കള് നിങ്ങൾ എടുക്കരുത്. സൂറ്, കള്ളവാക്ക്, കള്ളസാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം എന്നൊരു പറയാൻ. ഹുനഫാഅ ലില്ലാഹ്, നിങ്ങൾ എങ്ങനെയാവണം? ഹനീഫുകളാവണം. ഹുനഫാ, നേരായ ചൊവ്വായ മാർഗത്തിലായി മാറണം. അറബിയില് അല്ലെങ്കിൽ പിന്നെ ഖുർആനില് രണ്ട് സ്ഥലങ്ങളിലാണ്, രണ്ട് ഭാഗങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നുകിൽ ഹനീഫ് അല്ലെങ്കിൽ ഹുനഫാ. ഈ രണ്ട് വാക്കും ഖുർആനിൽ വന്നിട്ടുണ്ട്. ഹുനഫാ ലില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കനാവുക എന്നതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഹനീഫാക എന്ന് പറഞ്ഞാൽ നേരായ മനസ്സോടെ, ഋജുമനസ്കനായി, ശുദ്ധനായി, ഇഖ്ലാസോടെ, നിഷ്കളങ്കനായി അള്ളാഹനെ ആരാധിക്കുന്നതിനാണ്, മുഖ്ലിസ് ആവുന്നതിനാണ് ഹുനഫാഅ ലില്ലാഹ്. അള്ളാഹുവിനെ നിഷ്കളങ്കനായി ആരാധന ചെയ്യുന്നവനായി മാറുക. എന്താകാൻ പാടില്ല? ഗൈറ മുശ്രികീന ബിഹി, പങ്കു ചേർക്കുന്നവരല്ലാതെയാവുക. അള്ളാഹുവിനെ പങ്കു ചേർക്കുന്നവർ ആകാതിരിക്കുക. അതിനാണ് ഗൈറ മുശ്രികീന ബിഹി. അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നവർ അല്ലാതെയാവുക. ബിഹി, അവനെ കൊണ്ട്, അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യാത്തവരായി നിങ്ങൾ മാറുക. ഹനീഫുകളാവുക, ഹുനഫാവുകളായി മാറുക. നേരെ ശുദ്ധ മനസ്സോടെ അള്ളാഹനെ ആരാധിക്കാം. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് വെച്ചാൽ, അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, ഈ ആയത്ത് നമ്പറും ഈ ആയത്തൊക്കെ ഒന്നിങ്ങനെ മനസ്സിൽ വെച്ചാൽ ഒരാളെ കിട്ടിയാൽ സംസാരിച്ച് പറഞ്ഞു കൊടുക്കാൻ നല്ലതാണ്. ഏർവാടിയിലേക്ക് സിയാറത്തിന് പോകുമ്പോ, ദർഗകൾ തേടി യാത്ര പോകുമ്പോ, കയ്യിലൊരു ചരട് കാണുമ്പോ, ഏലസ് കെട്ടിയ മനുഷ്യനെ കാണുമ്പോ പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും വേണേ നമ്മളെത്തി. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫകഅന്നമാ, അവൻ ഇതുപോലെയാണ്,
ഒരു സംഭവം പറഞ്ഞിട്ട് ഇതുപോലെ എന്നൊക്കെ പറഞ്ഞ അവൻ ഇനി പറയുന്നവനെ പോലെയാണ്, ഹറ വീണവനെ പോലെയാണ്, പതിച്ചവനെ പോലെയാണ്, മിനസ്സമാ ആകാശത്തുനിന്ന് താഴേക്ക് വീണവനെ പോലെയാണ് ശിർക്ക് ചെയ്തത്. നമ്മൾ പറയേ ഇടുക്കാൻ കിട്ടൂല, ആകെ തകർന്നവനാണെന്ന് പറഞ്ഞതിന് വാക്കാണ്. ആകാശത്തുനിന്ന് വീണവനെ പോലെയാണ് ശിർക്ക് ചെയ്തവന്റെ അവസ്ഥ. അങ്ങനെ പറഞ്ഞാൽ ആകാശത്തുനിന്ന് ഇങ്ങനെ കഷ്ണായിട്ട് വീഴുകയാണെങ്കിൽ അവനെ റാഞ്ചിയെടുക്കും, അവനെ തട്ടിയെടുക്കും. പക്ഷി, കഴുകന്മാരെ പോലുള്ള സാധനങ്ങളൊക്കെ അറിയാലോ, എന്ത് കിട്ടിയാലും അതിനെടുത്ത് തിന്നാൻ മാത്രം കഴിവുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പൊ റാഞ്ചിയെടുക്കും. ചിലപ്പോൾ അവനെ വീഴുമ്പോ പക്ഷികൾ റാഞ്ചിയെടുക്കാം, അല്ലെങ്കിൽ അവൻ ചിലപ്പോ വീഴാൻ സാധ്യതയുണ്ട്, കൊണ്ടുപോയി ഇടാൻ സാധ്യതയുണ്ട്. തഹ്വീ ബിഹി അവനെ കൊണ്ടുപോയി ഇടാം, അല്ലെങ്കിൽ അവന് വീഴാം. അരീഹു ആ കാറ്റ് ചിലപ്പോ നേരെ താഴത്തേക്ക് വീഴാതെ കാറ്റടിച്ചടിച്ചടിച്ചടിച്ച് വേറെ എവിടെയെങ്കിലുമൊക്കെ അവനെ കൊണ്ടുപോയി വീഴാൻ സാധ്യതകളുണ്ട്. ഫി മകാനിൻ സഹീഖ്, മകാൻ എന്ന് പറഞ്ഞ സ്ഥലം, സഹീഖ് എന്ന് പറഞ്ഞ വിദൂരമായ സ്ഥലം, ഏതോ മൂലയിൽ വിദൂരമായ ആപൽക്കരമായ അപകടകരമായ സ്ഥലത്ത് ഏതെങ്കിലും പാറക്കല്ലിൽ, കല്ലുകളുടെ കൂട്ടത്തിലേക്ക് ആപത്ത് നിറഞ്ഞ സ്ഥലത്ത് ചെന്ന് വീഴാം. ശിർക്ക് ചെയ്തവനും ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്നിലും പെടാതിരിക്കൂല. ആകാശത്തുനിന്ന് വീണവനെ പോലെ, അല്ലെങ്കിൽ വിദൂരമായ ആപത്ത് നിറഞ്ഞ എവിടെങ്കിലും പോയി ചെന്ന് പതിച്ച് കാറ്റത്ത് വീണടിച്ച പോലെ അത്ര അപകടകരമായിരിക്കും ഒരു ശിർക്ക് ചെയ്യുന്നവന്റെ അവസ്ഥ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്ന വിശുദ്ധ ഖുർആനിൽ ഹനീഫ് എന്നും ഹുനഫാ എന്നും വന്ന പ്രയോഗങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് മുഖ്ലിസീന ബില്ലാഹ്, അള്ളാഹ്ക്ക് നിഷ്കളങ്കമായി ആരാധിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 2 സ്ഥലത്ത് ഹുനഫാ വന്നിട്ടുള്ളൂ. 2-ൽ ഒന്ന് ഇവിടെയാണ് 31-ാമത്തെ ആയത്ത്, മറ്റൊന്ന് വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമുസ് സ്വലാത വയുഅ്തുസ് സകാത വദാലിക ദീനുൽ ഖയ്യിമ. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? സൂറത്തുൽ ബയ്യിന 5-ാമത്തെ ആയത്ത്. അപ്പൊ അതിൽ ഇതേ വാക്കാണ് ഹുനഫാ, ഇഖ്ലാസോടെ ആരാധിക്കണം, നിഷ്കളങ്കമായിട്ട് ഹുനഫാ ആയിട്ട് ആരാധിക്കണം, നിസ്കരിക്കണം, സകാത്ത് കൊടുക്കണം. അപ്പൊ ഇത്രയും ഇഖ്ലാസാണ് അള്ളാഹുവിന് വേണ്ടി മാത്രമായി ഋജു മനസ്കതയോടെ ആത്മാർത്ഥമായി ചെയ്യുന്നതിനാണ് ഹനഫ ഉദ്ദേശിച്ചത്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഹനീഫ് ഉപയോഗിച്ചിട്ട് അത് അധികം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് പറയുന്നിടത്തും ഇബ്രാഹിം നബിന്റെ സ്വഭാവം പറയുന്നിടത്തൊക്കെ ഹനീഫൻ ഹനീഫ് എന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെടുന്നതിനാണ് പറയുന്നത്. വലകിൻ കാന ഹനീഫൻ മുസ്ലിമാ, മുസ്ലിമായെന്നല്ലല്ലോ പറഞ്ഞു, ഹനീഫം മുസ്ലിമ, നിഷ്കളങ്കമായി പെരുമാറുന്ന ഒരു മുസ്ലിമായ ആളായിരുന്നു ഇബ്രാഹിം നബി. ഇബ്രാഹിം നബിന്റെ മില്ലത്തിനെ പറ്റി പറയുന്നുണ്ട്, മില്ലത ഇബ്രാഹിം ഹനീഫ. ഇബ്രാഹിം നബിന്റെ മാർഗം നേരായ ചൊവ്വായ ഇഖ്ലാസുള്ള മാർഗമായിരുന്നു. മറ്റൊന്ന് ലില്ലാഹി ഹനീഫൻ എന്ന്, ഖാനിതൻ ലില്ലാഹി ഹനീഫ, അല്ലാഹുക്ക് കീഴ്പ്പെട്ട മുഖ്ലിസായ നിഷ്കളങ്കനായ ആളായിരുന്നു ഇബ്രാഹിം നബി എന്നൊക്കെ പറയും. വേണ്ട, നമ്മൾ നിസ്കാരത്തിന് കൈകെട്ടി കഴിഞ്ഞാൽ 3 തരക്ക് നമുക്ക് ഈ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് 3 ഇസ്തിഫ്താഹിന്റെ പ്രാർത്ഥന, ഇസ്തിഫ്താഹിന്റെ പ്രാർത്ഥന പ്രാരംഭ പ്രാർത്ഥന. ഒന്നേതാ വജ്ഹതു വജ്ഹി, രണ്ടേതാ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക ഇല്ലാ ഗൈറുക. അതൊറ്റ ചെറിയ വാക്കാണ്, അത് പറഞ്ഞാലും ദുആഉൽ ഇസ്തിഫ്താഹ് പെടും. 3 അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈന മശ്രിഖി.
ചില ആൾക്കാർ വിചാരം വജ്ജഹത്തു എന്ന് മാത്രമേ ചൊല്ലിയാലേ ശരിയാവുള്ളൂ എന്ന്. അങ്ങനെയല്ല. മൂന്നിൽപ്പെട്ട ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. മാറി മാറി ഉപയോഗിച്ചാൽ മൂന്നിന്റെ സുന്നത്ത് കിട്ടും. ഇനി വജ്ജഹത്ത് നോദിക്കങ്ങൾ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വല്ലർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അപ്പോൾ അവിടെയും നമ്മൾ പറയുന്നുണ്ട് ഞാനൊരു ഹനീഫായ മുസ്ലിമാണ് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഈ വാക്കിലേക്കാണ് ചേർത്ത് വെക്കേണ്ടത്. അതുകൊണ്ട് മുനി ഹനീഫായി ഹുനഫാ ലില്ലാഹിയായി മാറുക, ഗൈറ മുശ്രിക്കീന ബിഹി, അവനിൽ മുശ്രിക്കീനായി പങ്കു ചേർക്കുന്നവരെ ആകാതിരിക്കുക. ഞങ്ങളെ നേരായ മാർഗത്തിലാക്കണേ, മഗ്ലൂബി അലൈഹിൽ ഞങ്ങളെ പെടുത്തരുത്, അള്ളാന്റെ കോപത്തിനുടയവരായവരിൽ ഞങ്ങളെ പെടുത്തരുത്. അപ്പൊ ഗൈറ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കണ വാക്കാണ്. ഗൈറ ഇഖ്റാജ് ഗൈറൽ ഇസ്ലാമി ദീന വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, ഇസ്ലാം ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും ദീന് സ്വീകരിച്ചാൽ, ഗൈറൽ ഹഖി, ഹഖ് ഒഴിച്ചാൽ, ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗം ഒഴിച്ച് വേറെ മാർഗം സ്വീകരിച്ചാൽ, അങ്ങനെയൊക്കെ ഖുർആനിൽ ഗൈറ എന്ന പ്രയോഗം കാണാൻ സാധിക്കും. എന്നിട്ട് പറയാ അള്ളാഹുവിന്റെ ആ മാർഗം, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഹനീഫായ മാർഗം ഒഴിവാക്കിയിട്ട് ആരെങ്കിലും ശിർക്ക് ചെയ്താൽ, ഞാൻ വമൻ യുശ്രിക് നോദിക്ക്, വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ ഫതഖ്തഫുഹു അത്ത്വയ്റു ഔ തഹ്വി ബിഹി الرീഹു ഫീ മകാനിൻ സഹീഖ്. അവിടെ രണ്ട് പദങ്ങളാണ് പുതിയ, നമുക്ക് അധികം കേട്ട് പരിചയമില്ലാത്ത വാക്കല്ലേ. ഖറ എന്ന് പറഞ്ഞാല് ഖറ മിനസ് സമാ, വീണവൻ എന്നർത്ഥം, വീഴുക എന്നർത്ഥം ഖറ എന്ന് പറഞ്ഞാല്. ഖറ അത് സാധാരണ ഇപ്പൊ നമ്മളൊരു നടന്നു പോകുമ്പോ ഒരാൾ വീണ സഖത്ത എന്നാ പറയാ. സഖത്ത, നടന്നു പോകുമ്പോ ഒരാൾ വീണ സഖത്ത, വീണു. ഖറ എന്ന് പറഞ്ഞാൽ ആ വീഴ്ചക്ക് എന്തെങ്കിലും പ്രത്യേകത? തകർന്ന വീഴ്ചയ്ക്ക്, അപകടകരമായ ഒരു വീഴ്ച, ഏറ്റവും ഉയരം കൂടിയ ഒരു സ്ഥലത്ത് നിന്നുള്ള വീഴ്ച ഖറ എന്ന് പറയുക. അത് യാതൊരു പിടുത്തം കിട്ടാത്ത വീഴ്ചക്കാണ് ഖറ പറയാം. മിനസ്സമായി തഖ്തഫു, റാഞ്ചി എടുക്കുക. കഴുകന്മാര് പരുന്തുകളൊക്കെ ചെയ്യുന്ന പണിയുണ്ടല്ലോ, റാഞ്ച. തഖ്തഫ, ഖതഫ എന്നൊക്കെ പറയാറുണ്ട്. റാഞ്ചുക എന്നാണ് പറയാ. സാധാരണ വന്ന് കൊത്തി തിന്നുന്ന പോലെ അല്ലല്ലോ, പറന്നു പോണ ഒരു സാധനത്തിനെ പോയിട്ട് റാഞ്ചി പിടിക്കണേനാണ് തഖ്തഫുഹു അത്ത്വയ്ർ, പക്ഷികൾ വന്ന് റാഞ്ചിയവനെ പോലെ. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ഫകഅന്നമാ ഖറ, അവൻ വീണവനെ പോലെയാണ്, മിനസ്സമായി, ആകാശത്ത് നിന്ന്. വേറെ ആയത്തിൽ കാണാം, സൂറത്ത് നിസാഇന്റെ 48-ൽ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവൻ അല്ലാഹുവിന്റെ പേരിൽ വലിയ അപരാധം കെട്ടിച്ചമച്ചവനാണ്. അല്ലാഹ് കേൾക്കുന്ന പോലെ ഇന്നാളുകൾക്കും, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന പോലെ ഇന്നാൾ പ്രാർത്ഥിച്ച കാര്യം കിട്ടും എന്നൊക്കെ പറയുന്ന ആള് അള്ളാഹിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമച്ചവൻ. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ ബഈദാ, സൂറത്ത് നിസാ 116-ാമത്തെ ആയത്ത്. വമൻ യുശ്രിക് ബില്ലാഹി, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ഫഖദ് ളല്ല ളലാലൻ ബഈദാ, വിദൂരമായ വഴികേടിലാണ് അവൻ. ഇത് ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. വേറെ ആയത്തില് സൂറത്ത് മാഇദയില് 72-ാമത്തെ ആയത്തില് മനസ്സിൽ ഇങ്ങനെ എഴുതി വെക്കേണ്ട വാക്കാണ് ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. അതിന്റെ അർത്ഥം എന്താ? കുറേ പ്രസംഗങ്ങൾ കേട്ട വാക്കിൽ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ശിർക്ക് ചെയ്താൽ സ്വർഗം നിഷിദ്ധമായിരിക്കും, സ്വർഗം അവന് ഹറാമായിരിക്കും
ഇതിനേക്കാൾ വലിയ ആപത്ത് പിന്നെ എന്തായിരിക്കും? സ്വർഗം കിട്ടാത്ത പാപമായിരിക്കും. അതുകൊണ്ടാണ് ഏത് പിതാവിനോടും വാപ്പാനോടും അയൽവാസിനോടും ഒക്കെ ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് സ്നേഹത്തിന്റെ പേരിൽ. ഏതാണ് ആ സ്നേഹം? ആ മനുഷ്യൻ സ്വർഗം നഷ്ടപ്പെട്ടവനായി മാറരുത്. ഞാൻ എന്തിനാണിത് പറയുന്നത്? എന്റെ സ്വർഗം നഷ്ടപ്പെടരുത്. അയാൾക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവാം, ചിലപ്പോൾ കണ്ടാൽ മിണ്ടാതെ ആവാം, ചിലപ്പോൾ അതിന്റെ പേരിൽ കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ടാവും. ഇതൊക്കെ സഹിച്ചാലും ഞാൻ ആഗ്രഹിക്കുന്നത് ആ മനുഷ്യന്റെ സ്വർഗം നഷ്ടപ്പെടരുത്. ആ സ്നേഹം നമുക്ക് ഉണ്ടെങ്കിലേ നമ്മൾ ദഅവത്ത് നടത്തുള്ളൂ. ആ സ്നേഹം എന്റെ പ്രിയപ്പെട്ട അയൽവാസി, എന്റെ സുഹൃത്തിന്റെ നാട്ടുകാരൻ, അയാൾ ഇങ്ങനെ ആവരുത് എന്ന് സ്നേഹം നമുക്ക് ഉണ്ടെങ്കിലേ നമ്മൾ വീട്ടിലേക്ക് കൊടുക്കൂ, നമ്മൾ നോട്ടീസ് കൊടുക്കുള്ളൂ, നമ്മൾ മെസ്സേജ് അയച്ചു കൊടുക്കുള്ളൂ, നമ്മൾ വിളിക്കുള്ളൂ. നമ്മൾ വിളിക്കൊന്നുമില്ല. പിന്നെ നമ്മൾ സ്വാർത്ഥന്മാരാവണം. ഓരോരുത്തരും നരകത്തേക്കോ സ്വർഗത്തേക്കോ എങ്ങോട്ടോ പോയിക്കോട്ടെ, ഞാൻ ഒന്നിലും ഇടപെടില്ല, ഞാൻ ഒന്നിക്കില്ല, ഞാൻ എന്റെ കാര്യങ്ങൾ മാത്രം നോക്കി നിസ്കരിക്കുക, ഖുർആനൊക്കെ ഓതുക, പോവുക. അപ്പൊ മറ്റുള്ള എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ആകരുത്. നമ്മളൊക്കെ ഈ അവസ്ഥയ്ക്ക് എത്തിയത് ആരൊക്കെയോ നമ്മളെ ക്ഷണിച്ചതും, നമ്മളൊക്കെ എത്ര ആൾക്കാരോട് ചില സമയത്തൊക്കെ അനുഭവങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഓരോരുത്തരും പറയുന്ന അനുഭവങ്ങൾ കേൾക്കണം. സിനിമാ തിയേറ്ററിലേക്ക് പോവാ, സിനിമാ തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് കിട്ടിയില്ല, ടിക്കറ്റ് കിട്ടാതെ അയാൾ തിരിച്ച് മടങ്ങി വരിക. മടങ്ങി വരുമ്പോൾ കുറെ ആൾക്കാർ പുസ്തകം ഡയറൊക്കെ എടുത്തിട്ട്, നിങ്ങൾ ക്ലാസ്സിന് വരുന്ന മാതിരില്ല, ചില ആൾക്കാർ ക്ലാസ്സിന് വരുമ്പോൾ ഇതൊക്കെ എടുത്തിട്ടേ വരിക. അപ്പൊ ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ പുസ്തകം എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോ ഈ ചങ്ങായി ഇങ്ങനെ നോക്കി, എപ്പോഴൊക്കെ എവിടെ അങ്ങനെ പോകണം, കുറെ ആൾ പോകണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ ഹംസക്കുട്ടി സലഫിന്റെ ക്ലാസ്സിന് പോകണം. ആ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ 200-400 ആൾക്കാരൊക്കെ ഉണ്ടാവുക. അപ്പൊ ഈ ക്ലാസ്സിന് കുറെ ആൾക്കാർ ഇങ്ങനെ പോകണ കണ്ടപ്പോ തൽക്കാലം ഏതായാലും നീയത്താക്കി അത് കിട്ടിയില്ല, അന്നത്തിന് പോകാന്ന് ചോദിച്ചു വെറുതെ പോയിട്ട് ആ ക്ലാസ്സിന് ഇരുന്നതാ. ക്ലാസ് കഴിഞ്ഞ് 50 മിനിറ്റ് ഖുർആൻ ക്ലാസ് കേട്ട് കഴിഞ്ഞിരുന്ന് തിരിച്ചു പോന്നപ്പോൾ തീരുമാനം എടുത്തു, ഇനി പഠിക്കണം, ഇനി ഇതുകൊണ്ട് നടന്നാൽ ശരിയാവൂല എന്നൊരു ബോധം കിട്ടി. ഇന്ന് നമ്മളെ ജില്ലാ ഭാരവാഹിയാണ് ആള്, ഒരു ജില്ലയുടെ കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. എത്ര ആളുകളാണെന്ന് അറിയാം. അപ്പൊ ഒരു നേരത്തെ ഒരു ലഘുലേഖ, ഒരു പുസ്തകം, ഒരു ക്ലാസ്, ഒരു ആയത്ത് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കലുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ യൂട്യൂബിൽ വരുന്ന വീഡിയോസ് എത്രയോ ആളുകൾ, നിങ്ങളെ ഡയറക്റ്റ് അറിയാത്തോണ്ടായിരിക്കും, നമ്മളെ വിളിച്ചിട്ട് അവര് പറയാറുണ്ട്. അത് കേട്ടതിന് ശേഷമാണ് നമ്മളെ ഈ ജീവിതത്തിൽ വന്ന മാറ്റം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് കണ്ണീരോടുകൂടി വന്ന് കണ്ട ആളുകളുണ്ട്. അതായത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഏർവാടിയിലും അജ്മീറിലൊക്കെ പോയി വന്നതിന് ശേഷം നമ്മുടെ പ്രഭാഷണം കേട്ടിട്ട് പഠിത്തം ഞാൻ പോയി വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അതിന്റെ ആപത്തിനെ കുറിച്ച് അയാൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനേകം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 2 മുസ്ലിയാക്കന്മാരായ ആളുകളുടെ വാപ്പന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു പ്രസംഗത്തിന് പോയപ്പോ, എന്റെ 2 കുട്ടികൾ മുസ്ലിയാരാണ്, സമസ്തയുടെ മദ്രസയിലെ അധ്യാപകരാണ്, ഞങ്ങളെ കൂടെ അവരിനി എന്ത് പറഞ്ഞാലും ഞാൻ ഈ ഹക്കിന്റെ കൂടെ. ഒരുപാട് പറയുന്നൊക്കെ ഉണ്ടവര്, ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അള്ളാഹു നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവിന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ومن يشرك بالله ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. വിദൂരമായ ഏതെങ്കിലും സ്ഥലത്ത് പോയി നിലം പതിച്ചവന്റെ പോലെ പാരച്ചൂട്ട് ഇങ്ങനെ പോയിട്ട് അതിന്റെ ബട്ടറങ്ങ് പൊട്ടിപ്പോയാൽ പിന്നെ അത് എവിടെ ഉണ്ടാവാം? ഏതെങ്കിലും കാട്ടിന്റെ ഉള്ളിലേക്ക് പോയി വീഴുന്ന പോലെ ഇവൻ പിടുത്തം വിട്ടവനായി എവിടെയെങ്കിലും പോയി പതിക്കും. ദീന് വിടുന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. കാണാൻ സാധിക്കും, ഒരു മനുഷ്യനെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെ. അല്ലാഹു ഒരാളെ പിഴപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ശ്വാസം മുട്ടിയവനെ പോലെയാകും, ആകാശത്തേക്ക് കേറിപ്പോണവനെ പോലെയാകും, മേലേക്ക് പോകും തോറും ഇടുങ്ങി പോകും. അതേപോലെ ളലാലത്തിൽപ്പെട്ട ആളുകൾ ആകാശത്തിന്റെ മുകളിലേക്ക് കയറിപ്പോകുന്നവനെ പോലെ, അങ്ങനെ ഇന്നാളെ പോലെ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണത് എന്നർത്ഥം. അതുകൊണ്ട് ശിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കുക. വെറും ഒരു സാധാരണ മാലി മൗലൂദൊന്നും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ തവക്കുൽ നഷ്ടപ്പെട്ടാൽ,
അള്ളാഹു അല്ലാത്തതിൽ നിന്ന് അഭയം പ്രാപിച്ചാൽ, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഇസ്തിശ്ഫാ പ്രതീക്ഷിച്ചാൽ, തുടങ്ങിയ ഏത് വസ്തുവായിരുന്നാലും ശരി, അവയൊക്കെ ആ കൂട്ടത്തിലേക്കാണ് തള്ളപ്പെടുക എന്ന ബോധം ഉണ്ടാവണം. അങ്ങേയറ്റത്തെ വിദൂരമായ അവസ്ഥയിലേക്ക് ചെന്ന് വീഴുന്നവനായി മാറും. ആകാശത്തു നിന്ന് വീണവനെ പോലെ വായുവിൽ പറക്കുന്ന പക്ഷികൾ റാഞ്ചി അടുത്തവനെ പോലെയായി അവൻ മാറും. അതുകൊണ്ട് മുശ്രിക്കീങ്ങളുടെ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത് എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാം മഹാപാപങ്ങളിൽ നിന്ന്, വൻ പാപങ്ങളിൽ നിന്ന് സുരക്ഷയൊരുക്കി ഈമാനുള്ള ഹനീഫം മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ നിലക്കുമുള്ള സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് അടുത്ത 16-ാം തീയതി ഞായറാഴ്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരിട്ടിയിലെ പുന്നാട് നടക്കുന്ന പ്രോഗ്രാമിലേക്ക് ഇവിടുന്ന് വാഹനം ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകണം. ആദ്യം നമ്മൾ വിചാരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ വേറുള്ള ആളെ ചൂണ്ടിക്കാണിക്കാറാണ് പതിവ്. ഇതിന് ഞാൻ ഒരുങ്ങണം. അത് അത്രയും നമ്മൾ സാധാരണ ഒരു പരിപാടിയിൽ പോയി ഇരുന്ന് ഞമ്മക്ക് എന്തെന്ന് കാര്യത്തിനപ്പുറത്ത് അവിടെ നമ്മുടെ സാന്നിധ്യം ആവശ്യമുണ്ട്. നമ്മൾ അവിടെ പോകണം. പറ്റുന്നത് പരമാവധി നമ്മുടെ കുടുംബത്തിനെ പിടിച്ച് കയറുന്നത്. ഇത് ഫാമിലി അവേക്കനിങ് കോൺഫറൻസ് ആണ്. സാധാരണ ഒരു വയത് കേട്ട് ഹദ്ദാദു റാത്തീബിനെ പറ്റിയിട്ടും പറയണ പോലെ അല്ല. ഇതൊരു ഫാമിലി ബോധവൽക്കരണ പരിപാടിയാണ് എന്ന് മനസ്സിലാക്കുക. ആ നാട്ടിലെ നടക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ പലതൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അവിടെ ഗ്രൂപ്പിൽ ഞാനുണ്ട് അവരുടെ നാട്ടിൽ. അപ്പോൾ അവര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വഴികളിലും വനമേഖലകളിലൊക്കെ കയറിയിട്ടുള്ള വീടുകളിലൊക്കെ നോട്ടീസും രഘുലേഖയും ഒക്കെ എത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മളും നമ്മുടെ ഡോർ ടു ഡോർ നമ്മുടെ നോട്ടീസ് നമ്മളെ കയ്യിലുണ്ട്. പരമാവധി ആളുകളുടെ കയ്യിലേക്ക് ആ സന്ദേശം എത്തിക്കുക. ആദ്യം നിങ്ങൾ ഈ നോട്ടീസ് ഒന്ന് തവണ വായിച്ചു നോക്കി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആർക്കൊക്കെ കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കുക. ആദ്യം നമ്മൾ വായിച്ചു നോക്കുക. എന്നിട്ട് ഇത് ആർക്കൊക്കെ കൊടുക്കേണ്ടത് നമ്മളെ മനസ്സിൽ അങ്ങനെ ബോധ്യം വരും. അവരുടെ കയ്യിലേക്കൊക്കെ അത് കൊണ്ടുപോയി കൊടുക്കുക. നമ്മളെ മെസ്സേജ്, നമ്മളെ സന്ദേശം എത്തിക്കലാണ് നമുക്ക് പറ്റും. അള്ളാന്റെ ദീന് കൊടുക്കാനുള്ള ഒരു മാർഗമാണ്. പരിപാടി വിജയിപ്പിക്കലൊക്കെ വേറെ അള്ളാന്റെ തൗഫീഖാണ്. നമ്മളെ പണി അള്ളാന്റെ ദീന് പറഞ്ഞു കൊടുക്കില്ല. അതേ സമയത്ത് ആ ടീച്ചേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കേണ്ട അധ്യാപകരെ ഈ പരിപാടിക്ക് വിളിക്കരുത്. പക്ഷെ ഷിഹാബ് മാഷോ അബ്ബാസ് മാഷോ ഒക്കെ വരുന്നത് ആ പരിപാടിക്ക് ഇരിക്കും. അപ്പോൾ ഓലെ പിടിച്ചിട്ട് ഈ ബസ്സിൽ പിടിച്ച് കയറ്റരുത്. ഓർക്ക് ആകെ വരാനുള്ളത് ടീച്ചേഴ്സ് കോൺഫറൻസിന്റെ ആകെ കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു ചാൻസാണ്. അത് 4 മണിക്ക് അവസാനിക്കും. അത് കഴിഞ്ഞ പോലെ അങ്ങോട്ട് നേരെ അങ്ങോട്ടേക്കും വരിക. അപ്പൊ ആ സമയത്തുള്ള നമ്മുടെ പരിചയമുള്ള അധ്യാപകർക്ക് കൊടുക്കേണ്ട പുസ്തകവും ബുക്ക്ലെറ്റും നോട്ടീസും അവിടെ ഇരിക്കുന്നുണ്ട്. അതൊന്ന് ഇന്നെങ്കിലും കൊടുത്ത് അതിനുവേണ്ടി മെനക്കണം. അവിടെ അതിനു വേണ്ട ആ മണ്ഡലത്തിലെ പട്ടാമ്പി മണ്ഡലത്തിലെ നിരവധി ആളുകളെ കഠിനാധ്വാനം 3 ആഴ്ചകളായിട്ട് പിന്നാലെയാണ്. ഒരു ഒഴിവില്ലാത്ത ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ എത്തണം. സ്കൂളുകളിലൊക്കെ കയറിയിട്ട് അമുസ്ലിമീങ്ങളായ ആളുകളാണ് നമ്മൾ കൊടുത്തോളി സാറേ എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കാൻ നമ്മളെ സ്റ്റാഫ് റൂമിലേക്ക് പറഞ്ഞു. അപ്പൊ അവര് അതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ദഅവത്ത്, നമ്മുടെ സന്ദേശം എത്തിക്കുക എന്ന മഹത്തരമായ ബാധ്യതയിൽ ഒരു അലസത തോന്നാതെ, ഒരു അലംഭാവം തോന്നാതെ, ഒരു വെറുപ്പ് തോന്നാതെ അതിൽ പ്രവർത്തിക്കുക. സിയാറിയിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു. നമ്മള് സ്കൂളിൽ 8ാം ക്ലാസ്സിന് മേലൊക്കെയുള്ള മദ്രസ പഠിപ്പ് നിർത്തി. മദ്രസ കുട്ടികൾ ആരെയും സിയാറിക്ക് വിളിക്കരുത്. നിഹാലിലൂടെ നിഹാലുണ്ടോ? ഷാമിലില്ലേ? അതിൽ മദ്രസ കുട്ടികളുണ്ടോ? ഇല്ല. മദ്രസ കുട്ടികളിലേക്ക് വിളിക്കരുത്. അവർക്ക് അതിന്റെ മദ്രസ ഇഷ്ടം പോലെ പഠിക്കും. മദ്രസ പഠനം നിർത്തിയ 8ാം ക്ലാസ്സിന് മേലുള്ള മുഴുവൻ കുട്ടികൾ, നമ്മളെ കുട്ടികൾ, ഫസ്റ്റ് ഞാൻ എപ്പോഴും പറയണതാണ്, നമ്മുടെ മക്കളിൽ കൊണ്ടുവന്നാക്കുക. ഇല്ലെങ്കിൽ അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ഇന്ന് പെട്ടെന്നാണ് വരുന്നില്ല. പതിയെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ണീര് കുടിക്കേണ്ടുന്ന, മക്കളെ കൊണ്ട് കണ്ണീരനുഭവിക്കേണ്ടുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, എൻ്റെ മകൻ 29ാമത്തെ ജുസ് കഴിഞ്ഞ് ഏകദേശം 2-3 കൊല്ലത്തിന്റെ ഉള്ളിലുള്ള അവന്റെ വല്ലാത്തൊരു എഫേർട്ടായിരുന്നു ഹാഫിളാകാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ഇനി 1 മാസം കൂടി ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. 2ാമത്തെ മകനെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്. 3 ജുസ് ആയി തുടങ്ങിയിട്ടുണ്ട്. കൊണ്ടായിട്ട് 2 മാസം ആയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും പ്രാർത്ഥന, എൻ്റെ ഉമ്മാനെ ഉപ്പാനെ പ്രത്യേകം നിങ്ങളൊക്കെ ഓർമ്മിക്കണം എന്ന് പറയും. കാരണം അവരടക്ക് ഇവിടുത്തെ കാര്യങ്ങളും ഓരോരുത്തരെ വീട്ടിൽ വന്ന ആൾക്കാരെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾ വിവരങ്ങൾക്ക് പറയാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, സന്തോഷത്തോടെ ഈ ഇരുലോകത്തും വിജയിക്കുന്ന അഹ്ലുകാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ് ശാഹിദീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.